ഗൈസ്, ഇന്ന് ഞാനുള്ളത് ബാംഗ്ലൂർ മടിവാള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മലയാളികളായ നൂറുകണക്കിന് യുവതി യുവാക്കൾ ജീവിതം പടുത്തുയർത്തിയതും അതുപോലെ ഒരുപാട് ആളുകളുടെ ജീവിതം കുട്ടിച്ചോറായതുമായ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഒരുപാട് യുവതി യുവാക്കൾ ഈ ഒരു നഗരത്തിൽ നിന്നും ലൈഫ് സെറ്റിൽ ആക്കിയത് എന്നും അതുപോലെ ഏത് രീതിയിലാണ് ഈ ഒരു നഗരത്തിൽ വെച്ച് തന്നെ യുവതി യുവാക്കളുടെ ജീവിതം നശിച്ചു പോയതെന്നും ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. എല്ലാ നൈറ്റ് ബസ്സുകളുടെയും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റാണ് ഈ മടിവാള എന്ന് പറയുന്ന സ്ഥലം. കേരളത്തിൽ നിന്നും ആദ്യമായി ബാംഗ്ലൂരിലേക്ക് വരുന്ന ഏതൊരു മലയാളികൾക്കും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ഭാഷ അറിയില്ല എന്നുള്ളത്. മലയാളം മാത്രം സംസാരിച്ച് ശീലമുള്ള നമ്മൾ ആദ്യമായി ബാംഗ്ലൂരിൽ എത്തിയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഭാഷയുടെ കാര്യത്തിലാണ്. എന്നാൽ അതേസമയം മടിവാള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തുന്നതെങ്കിൽ ഏതൊരു കടയിൽ ചെന്ന് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. കാരണം അത്രയും അധികം മലയാളികൾ ഈ ഒരു ഏരിയയിൽ വർഷങ്ങളായി താമസിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സംഭരണവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിതരണ ശൃംഖലയുമുള്ള ഷാനി ട്രേഡേഴ്സിൽ നിക്ഷേപിക്കാൻ ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുക. എങ്ങനെയാണ് ഇത്രയും അധികം മലയാളികൾ ഇവിടെ സെറ്റിലായി വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് 2000-ന്റെ തുടക്കകാലങ്ങളിൽ കേരളത്തിൽ ഒരു IT പാർക്ക് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ വളരെ കുറവായിരുന്നു. 2000-ന്റെ തുടക്ക കാലഘട്ടത്തിൽ കേരളത്തിലെ യുവതി യുവാക്കൾ ഡിഗ്രി കോഴ്സും അതുപോലെ പ്രൊഫഷണൽ കോഴ്സും കഴിഞ്ഞ് തൊഴിലില്ലാതെ നിൽക്കുന്ന സമയത്ത് തൊഴിലന്വേഷിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. ആ സമയങ്ങളിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ബാംഗ്ലൂരിൽ ചില കമ്പനികളിൽ ജോലി ലഭിച്ചിരുന്നു. എന്നാൽ മറ്റു ചില കമ്പനികളിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു സ്കിൽ കൈവശമുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന കമ്പനികളും ധാരാളം ഉണ്ടായിരുന്നു. കേരളത്തിലെ കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവായിരുന്നു. അത്തരക്കാർ ജോലി ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. പ്രാക്ടിക്കൽ നോളജ് കരസ്ഥമാക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും പോകുന്ന വിദ്യാർത്ഥികൾ ബാംഗ്ലൂരിൽ 6 മാസത്തെയും 1 വർഷത്തെയും പെയ്ഡ് കോഴ്സുകൾ എടുത്തു പഠിക്കാൻ ആരംഭിച്ചു. അതുപോലെ ഡിഗ്രി പഠനം പൂർണ്ണമായും ബാംഗ്ലൂരിൽ ചെയ്തു വന്നിരുന്ന വിദ്യാർത്ഥികളും അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇവരെല്ലാം താമസത്തിനും ഭക്ഷണത്തിനുമായി ചെലവ് കുറഞ്ഞ ഒരു ഏരിയയായി കണ്ടിരുന്ന സ്ഥലമാണ് മടിവാള. ഇവിടെ ജോലി ചെയ്തു വന്നിരുന്ന യുവാക്കളും അതുപോലെ അവരുടെ സുഹൃത്തുക്കളായ തൊഴിലന്വേഷകരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് 1 BHK അല്ലെങ്കിൽ 2 BHK ഒക്കെ എടുത്ത് ചെലവ് ചുരുക്കാൻ വേണ്ടി ഷെയറിങ്ങിൽ താമസിച്ചു വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ബാംഗ്ലൂരിൽ 1-2 വർഷം ജോലി ചെയ്ത IT പ്രൊഫഷണലുകൾക്ക് അറേബ്യൻ രാജ്യങ്ങളിലും അതുപോലെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. മറ്റു ചില മലയാളികളാകട്ടെ ഇവിടെ ജോലി ചെയ്യുന്നതിനു പുറമെ ബാംഗ്ലൂർ സിറ്റിയിലെ അവസരങ്ങൾ മുതലാക്കി ഇവിടെ ചെറിയ രീതിയിൽ നിക്ഷേപം നടത്തി പിന്നീട് അത് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവന്ന ആളുകളും ധാരാളമായിട്ട് ഉണ്ട്. മലയാളികൾ പ്രധാനമായും ഇവിടെ കൈവച്ചിരുന്ന മേഖല ഹോട്ടൽ, ലോഡ്ജ്, PG, സൂപ്പർ മാർക്കറ്റ്, പലചരക്ക് വ്യാപാരം, ബേക്കറി, ചായക്കട തുടങ്ങിയവയാണ്. അങ്ങനെ ഈ ഒരു ഏരിയയിൽ സ്ഥിരം താമസക്കാരായ മലയാളികളും അതുപോലെ 1-2 വർഷത്തേക്ക് വരുന്ന മലയാളികളുടെയും എണ്ണം ഇവിടെ കൂടി വന്നു. അങ്ങനെ ഇതൊരു മലയാളികളുടെ ഏരിയയായി അറിയപ്പെടാൻ തുടങ്ങി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിലവിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഇപ്പോൾ ഡിഗ്രി കോഴ്സും അതുപോലെ +2-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. ഓരോ ഫാമിലിയിൽ നിന്നും ആദ്യമായി പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അവർക്ക് ഏത് രീതിയിലാണ് കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്നോ ഏത് രീതിയിലാണ് ഒരു ജോബ് എങ്ങനെയാണ് ഒരു ജോലിയിൽ കയറേണ്ടതെന്നോ ഉള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവില്ല. പഠിച്ച് ഇറങ്ങിയ ഉടനെ നല്ല രീതിയിലുള്ള ഒരു കരിയർ ഗൈഡൻസ് കിട്ടാതെ അത്തരത്തിലുള്ളവർക്ക് നിങ്ങൾ ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക. അതായത് ഏതൊരു കമ്പനികൾക്കും എന്തെങ്കിലും ഒരു സ്കില്ല് കൈവശമുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മൾക്ക് ഒരു കഴിവുമില്ലാത്ത രീതിയിലാണ് ഡിഗ്രി കോഴ്സ് പഠിച്ചിറങ്ങുന്നതെങ്കിൽ നമുക്ക് ജോലി തരാൻ ഒരു കമ്പനിയും തന്നെ തയ്യാറാവുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കുക. അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കഴിവ് വളർത്തിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ റെസ്യൂം ഒരു കമ്പനിയും തന്നെ
നിരസിക്കുകയില്ല. ഇങ്ങനെ ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം കോഴ്സ് എടുത്ത് പഠിച്ച് സ്കിൽ ഡെവലപ്പ് ചെയ്ത് ജോലി നേടിയ ലക്ഷക്കണക്കിന് മലയാളികൾ ഉണ്ട്. ഇപ്പോഴും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പോയ മലയാളികളും ധാരാളമായിട്ടുണ്ട്. ഇങ്ങനെ കരിയർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം കുടുംബത്തിന്റെ നെടുന്തൂണായി നിൽക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അതേസമയം ബാംഗ്ലൂർ സിറ്റിയിൽ പഠന ആവശ്യത്തിനു വേണ്ടിയും ജോലി തേടിയും വന്ന് കരിയർ സ്പോയിലായ ആയിരക്കണക്കിന് ആളുകളെയും നമുക്കറിയാം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലകപ്പെട്ടും അതുപോലെ സെക്സ് റാക്കറ്റിന്റെ പിടിയിൽപ്പെട്ടും ആയിരക്കണക്കിന് യുവതിയുവാക്കളുടെ ജീവിതം നശിച്ചു പോയതുമായ ഒരു നഗരമാണ് ഈ ബാംഗ്ലൂർ. കുടുംബത്തിന്റെ നെടുന്തൂണാവേണ്ടവർ തന്നെ പരാജിതരായി മടങ്ങിയ ഒരു നഗരം കൂടിയാണ്. ഇവിടെ എത്തുന്ന ഓരോ കുട്ടികളും ചതിക്കുഴികൾ മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് സ്വന്തം കരിയറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിത വിജയം നേടട്ടെ എന്ന് ആശംസിച്ച് ഞാനിവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.